പണ്ടു പണ്ടൊരിടത്ത് സുന്ദരമായ ഒരു ഗ്രാമമുണ്ടായിരുന്നു. കൃഷിയും ആടുവളർത്തലുമൊക്കെയായിരുന്നു ആ ഗ്രാമത്തിലുള്ളവരുടെ പ്രധാന ജോലി. ഈ ഗ്രാമത്തിലായിരുന്നു മടിയനും അലസനുമായ രാജുവും അവന്റെ അച്ഛനും താമസിച്ചിരുന്നത്. ആടുകളെ വളർത്തലായിരുന്നു രാജുവിന്റെ അച്ഛന്റെ പ്രധാന ജോലി. മടിയനായ തന്റെ മകനെ ഓർത്ത് ആ അച്ഛൻ വളരെയധികം വിഷമിച്ചിരുന്നു. തന്റെ ജോലിഭാരം വർദ്ധിച്ചപ്പോൾ അച്ഛൻ ആടുകളെ മേയ്ക്കുന്ന ജോലി മകനെ ഏൽപ്പിക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ഒരു ദിവസം രാജുവിനെ തന്റെ അടുക്കലേക്ക് വിളിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: മകനെ, നിന്റെ അച്ഛന് ഇനി പഴയതുപോലെ ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോകാൻ കഴിയില്ല. നീ ഇനി മുതൽ ദിവസവും ആടുകളെയും കൊണ്ട് പുല്ല് മേയ്ക്കാൻ കുന്നിൻ ചെരുവിലേക്ക് പോകണം. അവിടെ വന്യമൃഗങ്ങളും മറ്റും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ വളരെയധികം ശ്രദ്ധിക്കണം. ഒരുപക്ഷേ വന്യമൃഗങ്ങൾ വന്നാൽ നീ ശബ്ദമുണ്ടാക്കി ഗ്രാമീണരെ സഹായത്തിന് വിളിക്കണം. രാജുവിന് ആടുകളെ മേയ്ക്കാൻ കൊണ്ടുപോകുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അച്ഛന്റെ നിർബന്ധത്തിനു വഴങ്ങി സമ്മതിക്കേണ്ടി വന്നു. അടുത്ത ദിവസം മുതൽ തന്നെ രാജു ആടുകളെയും കൊണ്ട് കുന്നിൻ ചെരുവിലേക്ക് പോകാൻ തുടങ്ങി. എന്നാൽ ആടുകളെ മേയാൻ വിട്ട് അതിനെയും നോക്കിയിരിക്കുന്നത് രാജുവിനെ മടുപ്പിച്ചു. അപ്പോഴാണ് കുറച്ച് ഗ്രാമീണർ അകലെയായി നിൽക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ രാജു "പുലി വരുന്നേ, പുലി!" എന്നുറക്കെ നിലവിളിച്ചു. രാജുവിന്റെ നിലവിളി കേട്ടതും ഗ്രാമത്തിലുള്ളവർ കമ്പുകളും കല്ലുകളുമൊക്കെയായി പുലിയെ ഓടിക്കുന്നതിനായി കുന്നിൻ ചെരുവിലേക്ക് ഓടിയെത്തി. അവരെ കണ്ടതും രാജു ചിരിക്കാൻ തുടങ്ങി. തങ്ങളെ പറ്റിച്ചതാണെന്ന് മനസ്സിലാക്കിയ ഗ്രാമീണർ അവനെ ശകാരിച്ചിട്ട് അവിടെ നിന്നും പരിഹാസ്യരായി മടങ്ങി. അടുത്ത ദിവസവും രാജു ആടുകളുമായി വീണ്ടും കുന്നിൻ ചെരുവിലെത്തി. അന്നും ആടുകളെ മേയാൻ വിട്ടതിനുശേഷം അവൻ "പുലി വരുന്നേ, പുലി!" എന്ന് വിളിക്കാൻ തുടങ്ങി. അവന്റെ വിളി കേട്ട് അന്നു വളരെ കുറച്ചുപേർ മാത്രം വന്നു. അവരെ കണ്ടതും രാജു വീണ്ടും ചിരിക്കാൻ തുടങ്ങി. തങ്ങൾ വീണ്ടും പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അവർ രാജുവിനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും മടങ്ങി. മൂന്നാമത്തെ ദിവസവും രാജു ആടുകളുമായി കുന്നിൻ ചെരുവിലെത്തി. ആടുകൾ മേയുന്നതും നോക്കി അവനിരുന്നു. പെട്ടെന്ന് ഒരു പുലി ആടുകളുടെ നേർക്ക് ചാടി വീണു. രാജു എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ചു: "പുലി വരുന്നേ, പുലി! പുലി വരുന്നേ, പുലി!" എന്നാൽ അവന്റെ നിലവിളി കേട്ട് ആരും തന്നെ കുന്നിൻ ചെരുവിലേക്ക് വന്നില്ല. അന്ന് പുലി രാജുവിന്റെ നിരവധി ആടുകളെ ആഹാരമാക്കി. പുലി പോയതിനുശേഷം അവൻ ബാക്കി ആടുകളുമായി നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങി. ഗുണപാഠം: അസത്യം പറയുന്നവരെ ആരും വിശ്വസിക്കുകയില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും സത്യസന്ധരായിരിക്കുക.